ഫ്രണ്ട്സ്, എല്ലാവരും എന്തെടുക്കാഞ്ഞ് സൺഡേ ആയിട്ടില്ലാരും പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോയോ? എന്താണ് ചെയ്യുന്നത്? എന്നും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രേ ചെയ്തിട്ടാണ്. അത് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം. ഒരു പോസിറ്റീവ് വൈബോടുകൂടിയാണ് നമ്മൾ എന്നും ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ദിവസം ഫുൾ സൂപ്പർബായിരിക്കും. അതാണ് ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. മൊത്തം ഒരു സിംഗിളാണ്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തൊക്കെ പറയുന്ന കരുതിയിരുന്നു, പക്ഷേ മൊത്തം ബ്ലണ്ടേഴ്സ് എന്നോനോ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ പറഞ്ഞത് മൊത്തം. അപ്പോൾ ഇതുപോലെ ഈ പോസിറ്റീവ് എനർജിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും സ്കിൻ നമുക്ക് വളരെ പ്രധാനമായിട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ നോർമൽ സ്കിന്നുള്ളവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നോ ഒരു ഇഷ്യൂസ് ആവും ഫേസിലും, എന്നോ ഒരു പിമ്പിൾസ്, ഓരോ പ്രോബ്ലംസ് ആണ്. അവർക്ക് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. എത്ര പോസിറ്റീവോട് കൂടി തുടങ്ങിയാലും നമ്മൾ പുറത്തേക്ക് പോകാൻ റെഡി ആകുമ്പോഴോ നമുക്ക് ഫുൾ നമ്മൾ ഡൗൺ ആയിപ്പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ടേക്ക് കെയറിൽ അവർ ആഡ് ചെയ്യേണ്ട ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ടോണേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാനും നമ്മൾ ഒരു ബെസ്റ്റ് ടോണർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് അതാണ്. അപ്പോൾ നമ്മൾ ടോണേഴ്സ് എന്നിട്ട് ശരിക്കും നെസസറി ആയിട്ടുള്ള സംഭവമാണോ, എല്ലാവർക്കും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. കുറെ പേർക്കൊന്നും ടോണേഴ്സിനെ പറ്റി അറിയത്തേ ഇല്ല. ആക്ച്വലി ടോണേഴ്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഈ ടോണേഴ്സ് നമുക്ക് എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ക്ലെൻസിങ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫേഷ്യൽ കെയറിൽ ചെയ്യുന്നത് എന്താ, ഫേസിന്റെ കെയറിൽ ചെയ്യുന്നത് നമ്മൾ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡേർട്ട് ഇതൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ക്ലെൻസിങ് കഴിഞ്ഞാലും നമുക്ക് കുറെ എന്താ പറയാ ബാക്കി ഇങ്ങനെ കുറച്ച് ട്രേസസ് ഒക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അപ്പൊ അത് പോകാനായിട്ടാണ് നമ്മൾ ഈ ടോണേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ടോണേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോണേഴ്സ് നമ്മൾ ഈ ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടോണേഴ്സ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലും പിന്നെ എക്സസ് ആയിട്ട് വല്ല മേക്കപ്പിന്റെ പ്രോഡക്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും, പിന്നെ വല്ല ഡേർട്ടുകൾ ഇങ്ങനെ പോഴ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് പോഴ്സ് ടൈറ്റൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതായത് പോഴ്സ് ഷ്രിങ്ക് ആവാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ടോണേഴ്സ്. പിന്നെ അത് മാത്രമല്ല ഇത് ചെയ്യുന്നത്, പിന്നെ നമുക്ക് നമ്മുടെ pH, അതായത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്നിന്റെ pH എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒരിക്കലും ആൽക്കലൈനിലോ അല്ലെങ്കിൽ ഒരിക്കലും അസിഡിക്കിലോ നിൽക്കരുത്. എപ്പോഴും ന്യൂട്രൽ ആയിട്ട് നിൽക്കണം. എന്നാലാണ് നമ്മുടെ സ്കിന്നിൽ വലിയ പ്രോബ്ലംസിലാണ് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ അസിഡിക്കും ഈ ആൽക്കലൈനൊക്കെ ആകുമ്പോഴാണ് ഈ ഡ്രൈ ആവുന്നതും പിന്നെ ഈ സ്കാർസ് വരുന്നതും ഭയങ്കര എന്താ പറയാ ഇങ്ങനെ ഓരോ എന്താ പറയുക ഇച്ച്നെസ്, റെഡ്നെസ് ഒക്കെ വരത്തില്ല നമുക്ക്. അതൊക്കെ ഈ ഒരു നമ്മുടെ ന്യൂട്രാലിറ്റി പോകുമ്പോഴാണ് നമുക്ക് ഈ കണ്ട പ്രശ്നങ്ങളും അത് നമ്മുടെ സ്കിന്നിലോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ അതല്ല, ഈ നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും നമ്മൾ നിലനിർത്തണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടോണർ നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടാക്കി നോക്കാം. ഇപ്പോഴത്തെ സീസൺ തന്നെ വാട്ടർമെലൻസ് ആണ്. ഈ വാട്ടർമെലൻസ് എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്. അതായത് വൈറ്റമിൻ എ, സി ഒക്കെ ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കും വളരെയധികം ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഈ വാട്ടർമെലൻസ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് വളരെ റേറ്റ് കുറവില്ല നമുക്കത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നന്നായി കൺസ്യൂം ചെയ്യുക. കാരണം നമ്മുടെ ഡീഹൈഡ്രേഷൻ ഒരു പരിധി വരെ അതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നന്നായി ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി. കാരണം ഈ വാട്ടർമെലണിന്റെ 99% വാട്ടറാണ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ നമ്മുടെ സ്കിന്നിന്റെ ഏജിങ്, ഈ ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഈ വാട്ടർമെലൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിന്ന് ഈ വാട്ടർമെലൻ വെച്ചിട്ടാണ് ഒരു ടോണർ നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമുക്ക് ഈ വാട്ടർമെലൻ, നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞൊരു പീസാണ് ഞാൻ ഈ വാട്ടർമെലൻ എടുത്തിരിക്കുന്നത്, വളരെ കുഞ്ഞു പീസ്. ഇത് നന്നായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിനർ എടുക്കാം. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ തണ്ണിമത്തങ്ങ നമ്മളെടുത്ത് ഇങ്ങനെ ആക്കി പീസാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യാം. ഇതിന്റെ നീര് ഈ ബൗളിലോട്ട് വീഴ്ത്താൻ നന്നായിട്ട് ഇത് വീഴുന്നുണ്ട്.
നമ്മൾ എടുത്ത വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ നമുക്ക് എടുത്തു കൊടുക്കാം. ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്ന ഈ റോസ് വാട്ടർ ആണ്, ഈ കാമ ആയുർവേദയുടെ റോസ് വാട്ടർ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കിതൊരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യാം, ടീസ്പൂൺ പ്ലെയിൻ വാട്ടർ. അപ്പൊ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആക്കണം കേട്ടോ. റോസ് വാട്ടറും വെള്ളം ഈ വാട്ടർമെലൺ ജ്യൂസും കൂടി നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ബോട്ടിൽ ഈ റോസ് വാട്ടറിന്റെ ഒരു ബോട്ടിൽ കഴിഞ്ഞത് ഇരിപ്പുണ്ട്. അപ്പൊ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. കാരണം ഇത് എനിക്ക് ടോണറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പൊ ഒരു സ്പ്രേ ബോട്ടിലോട്ട് നമുക്കിത് പകർത്തി വെക്കാം. അപ്പൊ നമ്മൾ ടോണർ ഉണ്ടാക്കി നമ്മുടെ ഈ ഡബ്ബയിൽ നമ്മൾ നിറച്ച് വെച്ചേക്കാണ്. അപ്പൊ ഈ ടോണർ ഞാനിപ്പോ എങ്ങനെ യൂസ് ചെയ്യണേ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഓൾറെഡി ക്ലെൻസ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനൊരു കോട്ടൺ പാഡ് എടുക്കാണ്. ഇത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പക്ഷെ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഒരു ഡബിൾ യൂസിങ് ഓഫ് ടോണർ ആണ്. അതായത് ഞാനൊരു കോട്ടൺ പാഡ് എടുത്തു. കോട്ടൺ പാഡ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് ടോണർ ഞാൻ ഇതിലോട്ട് സ്പ്രേ ചെയ്ത് ആക്കാൻ പോവാണ് കേട്ടോ. ഒരു റെഡ്നെസ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഞാനിത് ഫേസിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. വാട്ടർമെലന്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ടോണേഴ്സ് നന്നായിട്ട് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലോട്ട്. അതാണ് ഈ ടോണേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ഉപകാരം എന്ന് പറയുന്നത്. ഞാനിത് ഇങ്ങനെ നന്നായിട്ട് ഈ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് നന്നായിട്ട് ടാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെക്കിലും കൊടുക്കാറുണ്ട് കേട്ടോ ടോണേഴ്സ്. ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഇപ്പം നമ്മുടെ ഫേസിൽ എക്സസൈസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാവും. കോട്ടൺ പാഡ് മേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കുറച്ച്. അപ്പം നമ്മളിനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തിട്ട് ഈ സ്പ്രേ ബോട്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ബാലിൽ ഇങ്ങനെ ചെയ്തിട്ട് അതിങ്ങനെ ആക്കി കൊടുത്തു. ഇത് നന്നായിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് ആയിക്കോളും. അപ്പൊ നമുക്ക് ഇതാണ് ടോണർ കൊണ്ട് നമുക്ക് ഉപകാരം വരുന്നത്. ഞാൻ ഇതിൽ വാട്ടർ ആഡ് ചെയ്തില്ല. വാട്ടർ ആഡ് ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വാട്ടർമെലൺ മാത്രം അതിന്റെ ജ്യൂസ് മാത്രം എടുക്കുമ്പോൾ ഭയങ്കര തിക്കായി പോകും. നമ്മുടെ സ്കിൻ വീണ്ടും ഓയിലി ആകാനായിട്ടുള്ള ഒരു ഇത് ഭയങ്കര തിക്നെസ്സോ. അതാണ് നമ്മൾ ഒരു ടീസ്പൂൺ വാട്ടർ കൂടി ആഡ് ചെയ്തത് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോണേഴ്സിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പൊ എല്ലാവരും ഈ ടോണേഴ്സ് മെയിൻലി ആക്നെ പ്രോൺ സ്കിന്നുള്ളവര് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഈ ടോണേഴ്സ്. ഇതിപ്പോ ഞാൻ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ടോണറാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളുടെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അത് മാത്രമായിരുന്നു യൂസ് ചെയ്യേണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫ്രൂട്ട് കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡെയിലി നിങ്ങളുടെ സ്കിന്നിൽ വെറുതെ ഈ ജ്യൂസ് ഈ എന്താ പറയുക വാട്ടർമെലന്റെ പൾപ്പ് എടുത്തിട്ട് ഫേസിൽ തേച്ചാൽ തന്നെ യൂത്ത് ഫ്രഷ് റേഡിയൻ ഗ്ലോ ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഈ വാട്ടർമെലൻസ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെവർ യൂസ് അസിഡിക് ടോണേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒരിക്കലും അത് മേടിച്ച് യൂസ് ചെയ്ത് ഒറ്റ സ്കിൻ ടൈപ്പിന് അത് ഒരിക്കലും മാച്ച് ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല അസിഡിക് നേച്ചറുള്ള ടോണേഴ്സ്. സോ മാക്സിമം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ടോണേഴ്സ് മേടിച്ച് യൂസ് ചെയ്യാം, എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്നെങ്കിൽ ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ദെൻ ഷെയർ. 3 സംഭവം മറക്കരുത് കേട്ടോ. 3 സംഭവം എല്ലാവരും ചെയ്തല്ലോ.
പിന്നെ അത്രയ്ക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു കമൻറ്റ് കൂടി. പിന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കൂടി കാണാനായിട്ട് മറക്കരുത്. അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ചില്ലായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ് യു.